ജീവിതത്തിൽ പലപ്പോഴും ഉപകാരപ്പെടുന്ന ഒരു വിഷയമാണ് തുറന്ന് പറയുക, ഓപ്പൺ ആയിട്ട് സംസാരിക്കുക, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടവരോട് പറയേണ്ട രീതിയിൽ സംസാരിച്ച് ശീലിക്കുക. അത്തരം കാര്യങ്ങൾ മറച്ചു വെച്ചാൽ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലേക്കുള്ള വഴിയായിട്ട് അത് മാറും. അതുകൊണ്ട് തന്നെ അവിടെ മറച്ചു വെക്കുന്ന ശൈലി ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. പകരം നാം പറയേണ്ടവരോട് പറഞ്ഞ് ശീലിക്കുക. ഇവിടെ അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിച്ചാൽ നന്നാകുമെന്ന് തോന്നുന്നു. ഒന്ന്, അതിന്റെ നേട്ടങ്ങൾ. ഒന്ന്, റെഡ്യൂസസ് മെന്റൽ സ്ട്രെസ്, മാനസിക ഭാരം കുറക്കാൻ പറ്റും. നമ്മുടെ ഫീലിംഗ് മറ്റൊരാളോട് ഷെയർ ചെയ്താൽ അതിന്റെ പരിക്കുകൾ കുറച്ചു കൊണ്ടുവരാൻ പറ്റും. യു ഫീൽ റിലീവ്ഡ് ആഫ്റ്റർ ലെറ്റിംഗ് ഇറ്റ് ഔട്ട്. ആ സംഗതി പുറത്ത് കളഞ്ഞാലുള്ള ഒരു റിലീഫിങ്, ഒരു ആശ്വാസം ഉണ്ടാകും. പ്രയാസം പറയേണ്ടവരോട് ഈ രീതിയിൽ ഷെയർ ചെയ്താൽ പ്രയാസം ഡിവൈഡഡ് ആകും, കുറയും. സന്തോഷം പറയേണ്ടവരോട് പറയേണ്ട അളവിൽ പറഞ്ഞാൽ അത് മൾട്ടിപ്പിൾ ആകും, അത് വികസിക്കും. ഇതൊരു ആപ്തവാക്യമാണ്. രണ്ടാമത്തെ ബെനിഫിറ്റ് ആണ് ബിൽഡ് ട്രസ്റ്റ് ഇൻ റിലേഷൻഷിപ്പ്. നമ്മൾ മറ്റൊരാളോടുള്ള ബന്ധം, ആ ബന്ധം നന്നാകാൻ കാരണമാകും അവരോട് കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചാൽ. തുറന്നൊരാളോട് വിഷയങ്ങൾ ഫ്രണ്ട്സിനോട്, ഫാമിലിയോട്, ലൈഫ് പാർട്ട്ണറോട്, പാരൻസിനോട് തുറന്ന് സംസാരിച്ച് ശീലിച്ചാൽ വിശ്വാസ്യത കൂടും. എപ്പോഴും വിശ്വാസ്യതയും പരസ്പരം സന്തോഷവും സൗഹൃദ ബന്ധവും ഊഷ്മളമായ ബന്ധം ഉണ്ടാകാൻ കാരണമാകും തുറന്ന് സംസാരിച്ചാൽ. മൂന്നാമത്തേത് ഇംപ്രൂവ് സെൽഫ് അവയർനെസ്. നമുക്ക് തന്നെയുള്ള സ്വയം അവബോധം കൂടും. പറയേണ്ടവരോട് കൃത്യതയോടെ പറഞ്ഞ് ശീലിച്ചാൽ കാര്യങ്ങൾ മറ്റൊരാൾക്ക് മനസ്സിലാകും. വൈകാരികത മറ്റൊരാൾ മനസ്സിലാക്കാൻ അത് ഉപകാരപ്പെടും. മറ്റൊരാളോട് നമ്മൾ പറയേണ്ട ആശയങ്ങൾ കൃത്യതയോടെ പറഞ്ഞ് ശീലിച്ചാൽ കൺഫ്യൂഷനുകൾ ഉപേക്ഷിക്കാൻ പറ്റും. പരമാവധി ഒരാളോട് ഒരു വിഷയം പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചത് അയാൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ ആകുമ്പോൾ അത് തുറന്നു പറച്ചിലിന്റെ ഗുണങ്ങളിൽപ്പെട്ടതാണ്. നാലാമത്തത് എൻകറേജസ് സപ്പോർട്ട് ആൻഡ് ഹെൽപ്പ്. മറ്റൊരാളുടെ പിന്തുണ കിട്ടാൻ അത് കാരണമാകും, സഹായം കിട്ടാൻ അത് കാരണമാകും. മറ്റൊരാൾക്ക് നമ്മൾ കൃത്യമായി പറഞ്ഞാൽ നമ്മളെ അഡ്വൈസ് ചെയ്യാൻ കഴിയും, നമ്മളെ പിന്തുണക്കാൻ പറ്റും. അതുപോലെ ജസ്റ്റ് നമ്മളൊന്ന് കേൾക്കാൻ അവർക്ക് പറ്റും. ഓപ്പൺ ആയിട്ട് സംസാരിച്ചാൽ, മറച്ചു വെച്ച് സംസാരിച്ചാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കുള്ള ഒരു സഞ്ചാരമായി അത് മാറും. അഞ്ചാമത്തെ കാര്യം ബൂസ്റ്റ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം കൂടും. നമ്മൾ മറ്റൊരാളോട് കൃത്യമായി എപ്പോഴും തുറന്ന് സംസാരിച്ച് ശീലമുണ്ടെങ്കിൽ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകും. കമ്മ്യൂണിക്കേഷൻ സ്കിൽ വർദ്ധിക്കും എന്ന് മാത്രമല്ല അത് ഭയം കുറക്കും. മറ്റൊരാള് നമ്മളുമായി മറ്റൊരാൾ ആശയവിനിമയം നടത്തുന്ന സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള പലതരം ഫിയറുകൾ, ഭയങ്ങൾ കുറക്കാൻ പറ്റും. ആറാമത്തത് പ്രിവെൻസ് ബിഗർ ഇമോഷണൽ പ്രോബ്ലംസ്. വൈകാരിക പ്രശ്നങ്ങൾക്കെല്ലാം അതൊരു പ്രതിരോധമായത് മാറാം. അതായത് വലിയ ഒരു പ്രശ്നത്തെ നാം കൃത്യമായി തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ അത് പിന്നെ ഒരു ഡിപ്രഷനിലേക്ക് പോകുന്നത് ഒഴിവാക്കാൻ പറ്റും, ആൻസൈറ്റിയിലേക്ക് പോകുന്നത് ഒഴിവാക്കാൻ പറ്റും. അനാവശ്യമായി നമ്മൾ അപകടത്തിൽപ്പെടുന്ന ദേഷ്യ പ്രകടനങ്ങൾ, അത്തരം സംഗതികളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ആദ്യം തന്നെ തുറന്ന് സംസാരിച്ചാൽ. ആദ്യം പരമാവധി മറച്ചു വെച്ചു അവസാനം പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്ക് ആൾക്കാർ എത്തുന്നതൊക്കെ ഈ മറച്ചു വെക്കലിന്റെ പ്രത്യാഘാതങ്ങളാണ്. ഏഴാമത്തെ കാര്യം പ്രൊമോട്ട്സ് പ്രോബ്ലം സോൾവിങ്. പ്രശ്ന പരിഹാരത്തിനുള്ള വഴിയായിട്ട് അത് മാറും. എപ്പോഴും കൃത്യമായത് പറയുക, കൂട്ടിയും പറയരുത്, കുറച്ചും പറയരുത്. കൃത്യമായ അളവിൽ പറഞ്ഞാൽ വെൻ യു ടോക്ക് യു ഓഫൻ ഫൈൻഡ് സൊല്യൂഷൻ ഡ്യൂറിങ് ദ കൺവെർസേഷൻ. സംഭാഷണത്തിനിടയിൽ തന്നെ പരിഹാരങ്ങളിലേക്ക് പോകാനുള്ള വഴിയായിട്ട് അത് മാറും. അതേഴ്സ് മേ ഓഫർ ന്യൂ പെർസ്പെക്റ്റീവ്സ്. മറ്റൊരാൾക്ക് അവരുടേതായ നല്ല ഒരു അഭിപ്രായം മുന്നോട്ട് വെക്കാനൊക്കെ അത് ഉപകാരപ്പെട്ടേക്കും നമ്മൾ കൃത്യമായാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇംപ്രൂവ്സ് മെന്റൽ ഹെൽത്ത്. മാനസിക ആരോഗ്യത്തിന് അത് ഏറെ സപ്പോർട്ടാണ്. റെഗുലർ ഓപ്പൺ ടോക്ക് ക്യാൻ റെഡ്യൂസ് സിംറ്റംസ് ഓഫ് സ്ട്രെസ്, ആൻസൈറ്റി ആൻഡ് സാഡ്നെസ്. വല്ലാതെ ദുഃഖിച്ചിരിക്കുന്ന അവസ്ഥ, ഭയങ്കര ഉത്കണ്ഠയോടുകൂടെ ഇരിക്കുന്ന അവസ്ഥ, മാനസിക പിരിമുറുക്കത്തോടുകൂടെ ഇരിക്കുന്ന അവസ്ഥ, ഇതൊക്കെ കുറയാൻ കാരണമാണ് ഈ തുറന്നു പറച്ചിലിന്റെ അതിങ്ങനെ ശൈലിയായി മാറുക, ജീവിത രീതിയായി അത് മാറുക. പറയാനുള്ളതൊക്കെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടാണ് പറയുക. അവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. ചിലരൊക്കെ ഓപ്പൺ ആയിട്ട് പറയാന്ന് പറഞ്ഞാൽ എന്തും പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്യാപ്ഷനാണ് ഞാനെല്ലാം തുറന്നു പറയും. അങ്ങനെ പറച്ചിൽ അത് തുറന്നു പറച്ചിലല്ല. മറിച്ച് പറയേണ്ട വാക്കുകളിൽ പറയേണ്ട അളവിൽ പറയുകയും അത് മനസ്സ് തുറന്നുള്ള സംസാരമാവുകയും ചെയ്യുക എന്നതാണ് അതിന്റെ പ്രധാന വശം.
അങ്ങനെ ആവുമ്പോൾ അത് മറ്റൊരാൾക്ക് ആശ്വാസം ഉണ്ടാക്കാൻ പറ്റും, മറ്റൊരാൾക്ക് ഒരു സമാധാനം ഉണ്ടാക്കാൻ പറ്റും. ഇതില് കീ ടിപ്സ് ഫോർ ഹെൽത്തി ഓപ്പൺ ടോക്ക്, ആരോഗ്യകരമായ തുറന്നു പറച്ചിലിന്റെ പ്രധാനപ്പെട്ട ടിപ്സുകൾ പറയാം. 3 കാര്യങ്ങൾ. ഒന്ന്, ചൂസ് ദ റൈറ്റ് പേഴ്സൺ. എപ്പോഴും ഒരു വിശ്വസ്തത ഉള്ള ഒരാളെ കണ്ടെത്തിയിട്ട് അവരോട് പറഞ്ഞ് ശീലിക്കുക. നല്ല വൈജ്ഞാനികമായി പുരോഗതി, നല്ല വിജ്ഞാനമുള്ള, നല്ല വ്യക്തിത്വമുള്ള അത്തരം ആൾക്കാരെ കണ്ട് അവരോട് സംസാരിച്ച് ശീലിക്കുക. 1. 2, സ്പീക്ക് റെസ്പെക്ട്ഫുള്ളി ആൻഡ് ഹോണസ്റ്റി. ഒരാളോട് പറയുമ്പോൾ ഒരു റെസ്പെക്റ്റോട് കൂടെ സംസാരിക്കുക. അവരെ ഒരാളോട് എപ്പോഴും ഇടിച്ചു കയറി സംസാരിച്ച് ശീലിക്കാതിരിക്കുക. എപ്പോഴും ബഹുമാനത്തോടെ സംസാരിക്കുക, സത്യസന്ധതയോടെ സംസാരിക്കുക. 3, ലിസൺ ആസ് മച്ച് ആസ് യു ടോക്ക്. നമ്മൾ സംസാരിക്കുന്നത് പോലെ തന്നെ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയും കൂടെ ചെയ്യണം. നമ്മൾ സംസാരിക്കും പോലെ തന്നെ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ നമ്മളും അത് ശ്രദ്ധിച്ച് ശീലിക്കുക. ഈ ശീലം ഉണ്ടായാൽ ജീവിതത്തിലേറെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, അത് വലിയ പുരോഗതി ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് പേര് പലപ്പോഴും അനുഭവിക്കുന്ന പ്രശ്നമാണ്, അവരുടെ പ്രശ്നങ്ങൾ അവർ പറയില്ല. അതും പറയേണ്ടവരോട് പറയുമ്പോൾ മറച്ചു വെച്ച് മറ്റു പലതാണ് പറയാം. മറ്റു പലരും പറയുമ്പോൾ കേൾക്കുമ്പോൾ അറിയാം ഇയാൾ പറഞ്ഞതിന്റെ ഇതല്ല പ്രശ്നം എന്നത്. അയാളുടെ യഥാർത്ഥ പ്രശ്നത്തിലെത്താൻ നമ്മൾ പലപ്പോഴും സമയങ്ങളെടുക്കും. ഈ സമയങ്ങൾ എടുത്താലും അവരെ നിർബന്ധിക്കാതെ അയാളുടെ കംഫേർട്ടുള്ള സമയത്ത് പറയട്ടെ എന്ന രീതിയിൽ നമ്മൾ അവരെ വെയിറ്റ് ചെയ്ത് അയാളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ വരെ എത്താൻ കാത്തു നിൽക്കുന്ന അവസരം ധാരാളം ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇവിടെയെല്ലാം നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒന്നാണ് അയാൾ തുറന്ന് സംസാരിക്കുക. ഏതൊരാളും തുറന്ന് സംസാരിക്കുക. അതവരുടെ യഥാർത്ഥ പരിഹാരത്തിലേക്കുള്ള നല്ല വഴിയാണ്. മനസ്സിന്റെ ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള വഴിയാണ്. ലൈഫ് പാർട്ട്നേഴ്സിനോട് തുറന്നു പറയാം. അതുപോലെ ഒരു അധ്യാപകരോട് കാര്യങ്ങൾ തുറന്ന് സംസാരിച്ച് ശീലിക്കുക. രക്ഷിതാക്കളോട് തുറന്ന് സംസാരിച്ച് ശീലിക്കുക. ഫാമിലി മെമ്പേഴ്സിനോട്, നമ്മൾ കുടുംബനാഥരാണ്, ഫാമിലി മെമ്പേഴ്സിനോട് എപ്പോഴും തുറന്ന് സംസാരിക്കുക. തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ ഏകദേശം പ്രശ്നങ്ങളും അവിടെ അവസാനിക്കുന്നത് കാണാം. ഒന്ന് മറച്ചു വെച്ചാൽ അത് മുഖത്ത് കാണാം. അപ്പോ മറ്റുള്ള ആള് അത് ചോദിക്കും, അപ്പൊ വീണ്ടും മറച്ചു വെക്കും. അവസാനത്ത് ദേഷ്യപ്പെടലാകുമ്പോൾ പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിച്ചാൽ ആ ബന്ധങ്ങൾ വീണ്ടും ശൈഥില്യത്തിലേക്ക് പോകും. അത് ഒരു ശൈഥില്യം മറ്റൊരു ശൈഥില്യത്തിലേക്ക്, അഥവാ ഒരു പ്രശ്നം മറ്റൊരു പ്രശ്നത്തിലേക്ക്, അങ്ങനെ അതൊരു സഞ്ചാരമായി വലിയ വലിയ ജീവിത ഭാരങ്ങളായി അത് മാറി, ജീവിത പ്രശ്നങ്ങളായി അത് മാറി, വ്യക്തിത്വം തകരാൻ, സമൂഹത്തിലെ ബന്ധങ്ങൾ തകർന്നു പോകാൻ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്കുള്ള വഴിയാണ്. എന്നാലോ എപ്പോഴും സത്യസന്ധമായി തുറന്ന് സംസാരിച്ചും ഭാരങ്ങൾ ഒഴിച്ചു വെച്ചും ശീലിച്ചാൽ അത് വലിയ ഒരു വിജയത്തിലേക്കുള്ള വഴിയാണ്.